അപ്പോൾ താജ്മഹലിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തുള്ള ഒട്ടുമിക്ക പ്രസിദ്ധരായിട്ടുള്ള ആളുകളും എവിടെ വന്നിട്ടുണ്ട്, താജ് കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പം ടോം ക്രൂയിസ് ആണെങ്കിൽ, ലിയാനോ ഡികാപ്രിയോ ആണെങ്കിൽ, ഡയാന രാജകുമാരി മുതൽ ഹോളിവുഡ്, ബോളിവുഡ് അങ്ങനെ എല്ലാ മേഖലയിലുള്ള പൊളിറ്റീഷ്യൻസ്, ബറാക്ക് ഒബാമ, മിഷേൽ ഒബാമ, അങ്ങനെ പല ആളുകളും ഇവിടെ വന്നിട്ടുണ്ട്, താജ് കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ ഒരുപാട് പേര് വർഷാവർഷം എവിടെ വരുന്നുണ്ട്, താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താജിനെ പറ്റിയിട്ട് ഒരുപാട് കെട്ടുകഥകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇടയിൽ തന്നെ പരക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത് അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്, താജ് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഷാജഹാൻ ചക്രവർത്തി എന്ത് ചെയ്തു, താജ് നിർമ്മിച്ച നിർമ്മാതാക്കളുടെയൊക്കെ എന്ത് ചെയ്തു, കൈ മുറിച്ച് കളഞ്ഞു എന്ന്. അപ്പോൾ അത് കേട്ട് ചെറുപ്പത്തിൽ ഞാനും വിശ്വസിച്ചു. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് ഹിസ്റ്ററി ബുക്കുകളൊക്കെ വായിക്കുന്ന സമയത്ത് ഇപ്പോൾ താജ് നിർമ്മിച്ചിട്ടുള്ള ശില്പികളായിട്ടുള്ള ഇസ്മായിൽ അഫന്തി, അതേപോലെ ഉസ്താദ് അഹമ്മദ് ലാഹോരി, ഉസ്താദ് ഈസാ ഖാൻ, ഇവരൊക്കെ താജ്മഹൽ നിർമ്മിച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെയും ഒരുപാട് നിർമ്മിതികൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ ഷാജഹാനാബാദ് ഇതേ ഉസ്താദ് അഹമ്മദ് ലാഹോരി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പ്രചരിപ്പിക്കുക.